ഒരു സ്റ്റാർ ഉണ്ടോ എന്നാൽ പിന്നെ അതങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആകരുത്. ഇത് കഴിഞ്ഞ് റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം നിങ്ങളിലും ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഈ തമ്പാനൂർ ബസ് വന്ന് ഇറങ്ങുന്ന സ്ഥലത്തും അല്ലാതെയും പോലീസിൻ്റെ വണ്ടി കൊണ്ടുവന്നിടുന്നുണ്ട്. നോ പാർക്കിങ്ങിൽ പോലീസ് വണ്ടി ഇടുന്നുണ്ട്, വിഷയമില്ല. അവർക്ക് എന്തുമാകാം. അതെന്താണ് ന്യായം? മുഖ്യന് ഇതിന് കർശനമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റും, പക്ഷേ ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഷാഫി പറമ്പിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ, പക്ഷെ ആ നിങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുക. നമസ്കാരം അതുല്യ. നമസ്കാരം ചേച്ചി. നമ്മൾ ഈ ചർച്ച ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ച് മുന്നേയും നമ്മൾ ഒരുപാട് നല്ല ഇതിലായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പല പ്രാവശ്യം പല തവണ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ ചർച്ച ചെയ്തത് കൊണ്ട് മാത്രം മാറണമെന്നില്ല. കാരണം നമ്മുടെ അതെ, അവരും വിചാരിക്കണം, ഇതിലെ ഭരണകർത്താക്കൾ വിചാരിക്കണം, ഓരോരുത്തരും നമ്മളിൽ ഓരോരുത്തരും വിചാരിച്ചാലേ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. നമ്മുടെ ആഭ്യന്തരം തന്നെയാണ് വിഷയം. കാരണം പോലീസുകാരുടെ കൈകാര്യം ചെയ്യുന്ന ആരെന്നറിയാലോ, അതറിയാം. പക്ഷേ പറയപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്തെ ഒരു വകുപ്പിൽ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പ്. തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു വകുപ്പാണ് അത്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ബാക്കി വകുപ്പിന്റെ കാര്യം നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പറയാനൊന്നുമില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞതാണ് ഈ പോലീസിന്റെ ഒരു ക്രൂരതയെ, അതിക്രമങ്ങള്. അതെ, ക്രൂരത എന്ന് മാത്രമല്ല, അതിക്രമങ്ങളാണ്. ആവശ്യമില്ലാത്ത രീതിയിൽ എന്തോ ഒരു പവർ കിട്ടിയ പണ്ടത്തെ ഈ രാജാക്കന്മാർക്ക് ഒരു സ്റ്റാർ ഉണ്ടോ, അതിലൊരാൾ പറയുന്നുണ്ട് ഒരു സ്റ്റാർ ഉണ്ടോ, എന്നാൽ പിന്നെ അതങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആകരുത്. ഇത് കഴിഞ്ഞ് റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം നിങ്ങളിലും ഉണ്ടാകും, ഇല്ലേ? നിങ്ങളും ഒരു സാധാരണക്കാരനിലും സാധാരണക്കാരനായി മാറും. അപ്പോഴും ഈ പോലീസ് അല്ലെങ്കിൽ ഏതൊരു പോസ്റ്റും നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു ഉദ്യോഗത്തിൻ്റെ ഒരു പവർ ഒരു സമയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് കഴിയുന്നതിന് മുന്നേയും നമ്മളായി നിലനിന്ന് കഴിഞ്ഞാൽ അതിന് വേറൊരു പ്രശ്നം വരില്ല. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്ന. പല നല്ല ആൾക്കാരും, പല നല്ല പോലീസ് ഓഫീസേഴ്സ് അറിയാമെന്നുള്ളതാണ് പേഴ്സണലി. അവരൊക്കെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല മനസ്സോടെ ചെയ്യുന്നതുണ്ട്. അവരുടെ ഒരു ഇതിനും കൂടെ കളങ്കം തീർക്കുന്നതായിരിക്കും. പറയുമല്ലോ, ഒരു കുട്ടയിലിരിക്കുന്ന ആപ്പിൾ ഒരെണ്ണം ചീഞ്ഞാൽ മതി, മൊത്തം ആ കുട്ടിയോട് എടുത്ത് കളയും എന്ന് പറയുന്നത് പോലെയാണ് ഇതിലെ 1-2 പേര് കാണിക്കുന്നതാണ് ഈ സേനയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്നത്. ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായിട്ട് അതിപ്പോ സത്യമാണോ ഇല്ലേ, മൂക്ക് പൊട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള അറിയില്ല. പക്ഷേ അദ്ദേഹം ഒരു MP ആണ്, സോഷ്യൽ മീഡിയയിലൂടെ പോകുന്നുണ്ട്. അദ്ദേഹം ഒരു MP ആണ്, ഇന്നൊരു MP ആണ്. അപ്പൊ ആ ഒരു ബഹുമാനമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ക്രൂരത കാണിക്കുന്നു എന്ന് പറയും. അപ്പൊ സാധാരണക്കാരനെ ഏത് രീതിയിലായിരിക്കും കാണിക്കുന്നത്? ഇപ്പൊ ഒരു ചെറിയൊരു എന്തെങ്കിലും കേസുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യില്ല. സാധാരണ ഇപ്പൊ ആരും പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് കയറി പോകില്ല. ജനമൈത്രി പോലീസ് എന്നൊക്കെ എഴുത്തിൽ മാത്രമേ ഉള്ളൂ. ഇടിമൈത്രി പോലീസ് അത്രേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കും ഇതുപോലെ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞു പോകുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവരിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ. കാരണം ഒരു കഴിഞ്ഞ മാസമാണ് ഞാനിപ്പോൾ ഇന്നലെ 2 ദിവസത്തിന് മുന്നെയാണ് അത് അറിഞ്ഞത് കേട്ടോ. കാരണം അന്ന് അറിഞ്ഞു അതിന് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ തമ്പാനൂരുണ്ടായ ഒരു വിഷയമാണ്. ഒരു പയ്യൻ അവൻ്റെ അമ്മയും അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് വന്നത്. അവരെ തമ്പാനൂർ നിർത്തി കാറിൽ കയറ്റുന്നതിനിടയിൽ പോലീസുകാരൻ കയറി ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു. വണ്ടി എടുക്ക്, സ്റ്റേഷനിൽ പോകണം, നീ ഫൈൻ അടയ്ക്കണം ഇവിടെ പാർക്കിങ്ങിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ തമ്പാനൂർ ബസ് വന്ന് ഇറങ്ങുന്ന സ്ഥലത്തും അല്ലാതെയും പോലീസിൻ്റെ വണ്ടി കൊണ്ടുവന്നിടുന്നുണ്ട്. നോ പാർക്കിങ്ങിൽ പോലീസ് വണ്ടി ഇടുന്നുണ്ട്, വിഷയമില്ല. അവർക്ക് എന്തുമാകാം. അതെന്താണ് ന്യായം? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അതെന്ത് ന്യായമാണ്? ഇപ്പോൾ നമ്മുടെ മുഖ്യന് അകമ്പടി പോകുന്നു, അതൊക്കെ ഓക്കെ, അതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലേ. തീ വിട്ട് മറ്റേ റോക്കറ്റ് പോകും പോലെ പാഞ്ഞു പോകുന്ന നമ്മൾ സാധാരണക്കാരന്മാരും മണ്ടന്മാരായിട്ട് നിൽക്കുന്നത്, അതെല്ലാം പോട്ടെ. പക്ഷേ ഈ പോലീസ് കാണിക്കുന്ന അതിക്രമങ്ങൾ, അതായത് പാർക്ക് ചെയ്യാൻ പാടില്ലാത്തടത്ത് സാധാരണക്കാരന് പാർക്ക് ചെയ്യാൻ പാടില്ല, അതും ഓക്കെ, ആർക്കും പാർക്ക് ചെയ്ത്. പക്ഷേ പോലീസ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം, അതെവിടുത്തെ ന്യായമാണ്? ഒരു പന്തിയിൽ 2 ചോറ്, അത് നല്ലതാണോ? അങ്ങനെയല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ഇല്ലേ? പിന്നെ ഈ പറഞ്ഞ ആളിൻ്റെ അനുവാദമില്ലാതെയാണ് വണ്ടിയിൽ കയറി അയാൾ ഇരുന്നത്, ഈ പോലീസ് ഓഫീസർ. അതൊരു ശരിയായ കാര്യമാണോ? കാരണം
ഇപ്പോൾ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് എൻ്റെയും കൂടെ അനുവാദവും സമ്മതവും വേണം. ഇത് പുള്ളി നിർബന്ധമായിട്ട് പിടിച്ചു. എന്നിട്ട് പാവം കേട്ടോ അമ്മയും അച്ഛനും അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അമ്മയും അച്ഛനും ഇരുന്ന് കാണിച്ചിട്ട് പറയണം, അയ്യോ ഞങ്ങൾ ആശുപത്രി പോകാൻ വന്നതാണ് സാറേ, ഞങ്ങളെ ഇവിടെ നിന്ന് വിളിച്ച് കയറ്റാൻ വന്നതാണ്. വണ്ടി സ്റ്റേഷനിൽ വിടുക, എല്ലാത്തിനെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫൈൻ അടയ്ക്കാനായിട്ട്. ആ പറയുന്ന ഒരു വയസ്സായ ഒരു അച്ഛനാണ്. അയാൾ ചെന്ന് ഇന്ന് പോലീസിനോട് പറയുന്നു, അയ്യോ ഞങ്ങൾ വെറുതെ അല്ല, ഞങ്ങൾ അവിടെ നിന്നതുകൊണ്ടാണ് അപ്പം വണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസുകാരനും ഇല്ലേ അമ്മയും അച്ഛനും ഒന്നും? വയസ്സായ അമ്മയും അച്ഛനും ഒന്നും ഇല്ലേ? പിന്നെ ഈ വയസ്സായ അമ്മയും അച്ഛനും ഇന്ന സ്ഥലത്തെ വന്ന് ഇന്ന് വണ്ടി കയറാവുന്നില്ല. അവർ ചിലപ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. ആ പയ്യനെ വിചാരിക്കേണ്ട, ഈ അമ്മയും അച്ഛനെയും വയസ്സായ ആ മാതാപിതാക്കളെയെങ്കിലും ഒന്നും മനസ്സിലൊന്ന് വിചാരിക്കണം, അയ്യോ എനിക്കും അമ്മയും അച്ഛനുമുണ്ട്. ഈ 55-60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങളും ഈ വാർദ്ധക്യത്തിലോട്ടാണ് വരുന്നത്. ഇന്ന് ജോലിയിലിരുന്ന് റിട്ടയർമെൻ്റ് ആയിട്ടുള്ള പല ഓഫീസേഴ്സും, എനിക്കറിയാമെന്നുള്ള പല ഓഫീസർമാരും പറയുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ട് കേട്ടാ ജീവിതം. അന്നെല്ലാം ഓടിച്ച്, കാരണം രാവിലെ എഴിച്ച് പോകുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ മറ്റേ ട്രെയിനിൽ യാത്ര ചെയ്യും പോലെയാണ്. എഴഞ്ഞെഴഞ്ഞ് സത്യമാണ്, അതാണ് സത്യം. നമുക്ക് ചിലർ പറയും ബ്ലഡ് സർക്കുലേഷൻ കൂടി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും വലിയ ഇതായിട്ട് ചെയ്യും. പക്ഷെ അപ്പോഴും ആലോചിക്കുക, നമുക്ക് ഇതിന് ശേഷം ഉണ്ട്. അതെ, അപ്പം അത് ആലോചിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എല്ലാം കർശനമായിട്ട് വേറൊരു രീതിയിൽ നല്ല രീതി അങ്ങനെ വേണ്ട. ഈ ജനമൈത്രി എന്ന് പറയുന്നത് പോലെ ജനങ്ങളുമായിട്ട് കുറച്ചൊക്കെ അല്ലാത്തവരോട് നിങ്ങൾ തെറ്റ് ചെയ്യുന്നവനെ രക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല. തെറ്റ് ചെയ്യുന്നവനോട് തെറ്റ്, പക്ഷേ അതിനും മനസാക്ഷി അല്ലെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ തെറ്റ് ചെയ്യാത്തവരുടെ മേൽ ഇങ്ങനെ കയറരുത് എന്നുള്ളതാണ്. കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ്. അവരെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇക്കാര്യങ്ങൾ, ഇതിൽ 1-2 കേസല്ല, ഒരുപാട് കേസ് വരുന്നുണ്ട്. ഇപ്പൊ 2-3 മാസത്തോളം ഈ ഒരു ചർച്ച ഉണ്ടെന്ന് പറയാം. അപ്പൊ ആ ഒരു വകുപ്പ് എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മുഖ്യന് ഇതിന് കർശനമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഷാഫി പറമ്പിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴോ അല്ലെങ്കിൽ ഇനി ഇപ്പോഴല്ലെങ്കിൽ ചിലപ്പോൾ പോട്ടെ അടുത്ത ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ഇവരെല്ലാം മന്ത്രിയായിട്ട് വരും. അന്നേരം ഈ പറയുന്നവർ ചെന്ന് സല്യൂട്ട് ചെയ്ത് നിൽക്കണം. എങ്ങനെ നിൽക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ വീട്ടിൽ കയറി വരുന്നവർ തന്നെ ആട്ടി അടിച്ചിറക്കി തുപ്പി വിട്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും അവന് നല്ല ഇതായിട്ട് വരുമ്പോൾ അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക ഒരു ചെറിയ ചളുപ്പെങ്കിലും തോന്നൂലേ? ആണോ അല്ലേ? അപ്പോൾ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അധികാരത്തിൽ വരുന്നവനെ സേവിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇതിനെ, പക്ഷേ എന്ന് കരുതി നമ്മുടെ മനസ്സാക്ഷിയെ, നമ്മുടെ അന്തസ്സ്, നമ്മുടെ വ്യക്തിത്വം അതൊന്നും നമ്മൾ അടിയറ വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ മനുഷ്യത്വം, അത് സത്യം പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സമൂഹത്തിന്. ഒരുപാടൊന്നും കാണിച്ചില്ലെങ്കിലും വളരെ കുറച്ച് മനസ്സാക്ഷി, മനുഷ്യത്വം, അത് എല്ലാവരോടും സഹജീവികളും. ഇടയ്ക്കൊരു കുട്ടിയുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, അവനെ ഇപ്പം മിൽമയുടെ പരസ്യത്തിനെടുത്തായിരുന്നു, കണ്ടായിരുന്നോ? അതായത് നമ്മളെ ഇവിടെ പോലീസ് വഴിയടച്ച് യാത്ര നിഷേധിച്ച് എല്ലാവരെയും നിർത്തിയിരുന്നു. അവൻ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് പോലീസ് വണ്ടി ഇങ്ങനെ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുന്നു. അപ്പോൾ അവന് വീട്ടിൽ പോകണം. അവന് വീട്ടിൽ പോകണം. അവൻ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ചോറ് വാങ്ങിച്ചാൽ എനിക്ക് വയറ് ആ പറഞ്ഞ് അത് സത്യമാണ്. അതായത് ഇന്നത്തെ യുവതലമുറകൾ കുഞ്ഞാണവൻ, അവൻ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പോലീസിനെ ഭയമില്ലാതായിരിക്കുന്നു തന്നല്ല. അപ്പൊ കുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതെങ്കിലും നാണക്കേടല്ലേ പോലീസുകാർക്ക്? കാരണം കുഞ്ഞുങ്ങൾ വരെ പ്രതിഷേധിക്കുന്നു. എങ്ങനെ? ഒന്നുകിൽ തന്നെ എൻ്റെ വീട്ടിലോട്ട് വഴി തുറന്ന് എനിക്ക് പോകും, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ചോറ് വാങ്ങിച്ചാൽ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവൻ നന്നായിട്ട് തർക്കിച്ചു. അവൻ ഭയങ്കരമായിട്ട് സംസാരിച്ച കൊച്ചുമിടുക്കനാണ്. ഇപ്പോൾ അവനെ നമ്മുടെ മിൽമയുടെ പരസ്യത്തിനെടുത്തിരിക്കുന്നു. മോനെ ഒന്ന് കൂളാവടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തലക്കെട്ടോടുകൂടി ഇവൻ്റെ ഒരു കാർട്ടൂൺ പോലത്തെ ആ ഒരു ചിത്രമൊക്കെ വെച്ച് അവനെ പരസ്യത്തിലെടുത്തേക്കുന്നു. ഇപ്പോൾ അവനെ പരസ്യത്തിലെടുത്തത് കൊണ്ട് നാളെ എല്ലാ കുട്ടികളും ചെന്ന് പോലീസിനോട് അടി വയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുട്ടികളും പ്രതികരിക്കാൻ തുടങ്ങി ഇരിക്കുന്നു എന്നുള്ളതാണ്, ഇല്ലേ? അപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മുടെ ഇതിലല്ല. പോലീസ് സത്യം പറഞ്ഞാൽ നിയമം സംരക്ഷിക്കേണ്ടവരാണ്, പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടവരാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ആ നിങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുക. അതിൽ വേറെ നിങ്ങളുടെ പേഴ്സണൽ ഇതൊന്നും അതിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞ് തളർന്ന കാര്യങ്ങളാണ്, അല്ലേ? പോലീസ് വീണ്ടും പറയിക്കുന്നു. അതെ, പോലീസ് അതിക്രമങ്ങളും പോലീസിൻ്റെ ക്രൂരതകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കുറേ പറഞ്ഞു തളരും. നിങ്ങൾക്കും അറിയാം ഇതെന്തൊക്കെയാണെന്നുള്ളത്. എന്താണെന്നറിയില്ല, യൂണിഫോം ഇടുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരിത് ഇങ്ങനെ ഇത് കയറുമായിരിക്കും. അതെനിക്ക് അറിയില്ല, ഞാൻ ഇട്ടിട്ടില്ല യൂണിഫോം, അതുകൊണ്ട് എനിക്കറിയില്ല. അതൊക്കെ ഇടാൻ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗ്യമാണല്ലേ? പിന്നെ നമ്മുടെ എത്രയോ പോലീസ് ഓഫീസേഴ്സ് സത്യം പറഞ്ഞാൽ
നല്ല സഹകരണമാണ് കേട്ടോ. അവരുടെ ആ സംസാരം പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൈയെടുത്ത് തൊഴുതു പോകും. അയ്യോ ഇത്രയും നല്ല മനസ്സാണോ, ഇത്രയും നല്ല പെരുമാറ്റമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരും ഇതിലുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ പേര് തെറ്റിയും തെറിച്ചും കാണിക്കുന്ന ഇതിന്, തെമ്മാടിത്തനത്തിന് അല്ലെങ്കിൽ വൃത്തികേടിനും മറ്റുള്ളവരും കൂടെ ബലിയാടാവുകയാണ്. ഇതൊരുപാട് പറഞ്ഞു പോയ കാര്യമാണ് നമ്മുടെ ആഭ്യന്തരത്തിൻ്റെ വീഴ്ച. ഇനിയെങ്കിലും കുറച്ചും കൂടെയെങ്കിലും ബെറ്റർ ആവണം. നിങ്ങൾ സ്വയം ഓരോരുത്തരും ഒന്ന് ശ്രമിച്ചാലും ഇത് നന്നാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഇതായിട്ട് വേറെ ഒന്നും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ചിലർ ട്രാഫിക്കിൽ നിൽക്കും, കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ 2-3 പേരുടെ ഫോട്ടോ എടുത്ത്, കാരണം അത്രയ്ക്ക് ഉത്തരവാദിത്വമാണ്. ട്രാഫിക് ഇവിടെ കടുത്ത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. നമ്മൾ നോക്കുമ്പോൾ അതിലെ ട്രാഫിക്കിലെ പോലീസ് ഒരു സൈഡിൽ ചെന്ന് നിന്ന് മൊബൈൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യമായിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ് ആൾക്കാർ, പ്രായം ചെന്നവരും എല്ലാവരും സ്വന്തമായിട്ട് ഇങ്ങനെ 2 കൈയും കാണിച്ച് 2 അടുത്ത വണ്ടി തടഞ്ഞിട്ട് പോയി. ഏത് വണ്ടി എവിടെ കൂടെ വരുമെന്ന് അറിയില്ല. അതാണല്ലോ അത്. അങ്ങനെ തിരിച്ച് ഈ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നപ്പോൾ ബസ് സ്റ്റോപ്പുകളിലൊക്കെ പോലീസിനെ നിർത്തണമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. പോലീസ് ഒരു 3-4 പേര് ഒരുമിച്ച് നിന്ന് ഒരിടത്ത് ആ മറ്റേ സിഗ്നൽ ലൈറ്റില്ലേ അതിൻ്റെ അങ്ങോട്ട് കയറി നിന്നിട്ട് അവിടെ നിന്ന് സംസാരവും ചിരിയും മൊബൈൽ ഫോണും നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ നിയമപാലകർ. അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങളെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ആയിട്ടോ അല്ല പറയുന്നത്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് നന്നാവും, കൂട്ടത്തിൽ നമ്മളും നന്നാവും.